നമസ്കാരം. ലസ്സി കുടിക്കേണ്ട ഒരു മോഹവുമായി ചെന്നിട്ടുള്ളത് ഇന്ന് ചന്ദ്രനഗറിലുള്ള ബാംഗ്ലൂർ ജ്യൂസിയുടെ ഔട്ട്ലെറ്റിലാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ലസ്സി. അപ്പോൾ കുറേ ആയി ഞാൻ ഈ ലസ്സി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ഇവിടെ വന്ന സമയത്ത് എനിക്ക് ലസ്സി കിട്ടിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് ഇവിടുത്തെ അവസ്ഥ നോക്കട്ടെ. നേരെ നമ്മൾ ഖജനാവൊക്കെ തള്ളി തുറന്ന് ഉള്ളിലേക്ക് കയറാണ്. ഇവിടെ കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടും സിംഗിൾസ് ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് കഴിക്കുന്നുണ്ട്. ലസ്സി കുടിക്കുന്നുണ്ട്, ജ്യൂസ് കഴിക്കുന്നുണ്ട്, അങ്ങനെ സ്നാക്സ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ലസ്സിയാണ്. ഇവിടെ ലസ്സിയുടെയാണ് ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് മെനു കാർഡ് തന്നിട്ടുണ്ട്. മെനു കാർഡിൽ സെലക്ട് ചെയ്യണം. അപ്പോൾ ഏത് വേണം എന്നൊക്കെ വിഷ്ണുവിന് പറഞ്ഞു അവൻ മാംഗോ ലസ്സിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. മാംഗോ ലസ്സി മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മാംഗോ ലസ്സിയും അതുപോലെ തന്നെ പാനിപ്പൂരി ലസ്സി ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അല്ല, മസാലപ്പൂരി ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വേറെ ഐറ്റംസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു മെനു ചാർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതിലും കൂടെ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യണം. സ്വീറ്റ് ലസ്സി വേണ്ട, പാഷൻ ഫ്രൂട്ട് ലസ്സി ഇത് എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ നേരെ സെലക്ട് ചെയ്തത് ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ലസ്സി കേട്ടോ. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട് ലസ്സി എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബില്ല് പേ ചെയ്യാൻ പോകുന്നത് ഏകദേശം 231 രൂപയാണ് നമുക്ക് രണ്ട് ഐറ്റത്തിന് കൂടെ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു കിടിലൻ ആംബിയൻസ് ആണ്. കുറച്ചുകൂടെ അവർ നന്നായി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ ഇവിടുത്തെ ഫ്ലോറും മെറ്റീരിയൽസ് ഒക്കെ നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ബില്ലിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ നല്ല ഈസി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടാണ് അവർ ചെയ്യുക. ഈ ചുമര് കണ്ടോ, ഇവിടെ വെറൈറ്റി ആയിട്ട് അവർ ഫ്രൂട്ട്സും അതുപോലെയൊക്കെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ആംബിയൻസ് ഒക്കെ കിടലിനാക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് നമുക്ക് ലസ്സിയും അതുപോലെ ഫ്രൂട്ട്സും പിന്നെ ജ്യൂസും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട് ലസ്സിയാണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മുകളിൽ വിതറിയിട്ടുണ്ട്, ഉള്ളിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട് നമ്മുടെ മാംഗോ ലസ്സി. അപ്പോൾ ഇതിന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു സമയമാണ്. മാംഗോ ലസ്സിയുടെ മുകളിലൊരു ചെറിയും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ശരീരത്തെ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ലസ്സി. അത് തൈരും ഇതൊക്കെ തന്നെയാണ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് തോന്നുന്നത്. അത് തന്നെ ആയിരിക്കണം. അപ്പോൾ വേറെ വെറൈറ്റി ഒന്നും ഉണ്ടാവില്ല തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ പോകുന്നൊരു പരിപാടിയിലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം മിക്സിങ് ഉണ്ട്. പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കുറവാണ്. എന്നിരുന്നാലും ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ലസ്സിയുടെയും ആ മിക്സ് ആൻഡ് ഡ്രൈൻ്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്തു. സോ നൈസായിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാംഗോ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. മാംഗോൻ്റെ ഫ്ലേവറും ആ ലസ്സിയുടെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയത് മാംഗോയാണ്. അപ്പോൾ എന്തായാലും രണ്ടും കുഴപ്പമില്ല. പിന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലസ്സിയൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഐറ്റമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ മാംഗോ കുറച്ചുകൂടെ നല്ല രീതിയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും നല്ല രസമുണ്ട്. ആ മാംഗോയുടെ ആ ഒരു ഫ്ലേവറും ലസ്സിയുടെയും കൂടെ വന്ന സമയത്തൊരു ഡിഫറൻറ്റ്. ഇപ്പോൾ എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ട്, ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ വിഷ്ണുവിൻ്റെ മാംഗോ അനങ്ങിയിട്ടില്ല, ഒരു പകുതി എത്തിയിട്ടുള്ളൂ. അവനവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്ന് നോക്കുക, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ ഓക്കെ.